എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് സപ്പോട്ട കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കാൻ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ 3 സപ്പോട്ട എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് 1 സപ്പോട്ട എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പഞ്ചസാര ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. പാൽ ഏകദേശം ഒരു 400 മില്ലി ഫ്രീസറിൽ നന്നായി തണുപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല തണുത്ത പാലായതുകൊണ്ട് ഇതിലേക്കിനി ഐസ് ക്യൂബ്സ് ഒന്നും ചേർക്കുന്നില്ല. അധികം തണുക്കാത്ത പാലാണ് എടുക്കുന്നതെങ്കിൽ ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ജ്യൂസ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി സപ്പോട്ടയുടെ തൊലിയും കുരുവും ഒന്ന് മാറ്റാം. മിക്സിയിൽ വൃത്തിയാക്കിയ സപ്പോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ജാറിൻ്റെ പകുതി അളവിൽ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മിക്സി വർക്ക് ചെയ്യുമ്പോൾ പാലൊക്കെ പുറത്തോട്ട് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. 3-4 തുള്ളി വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ജ്യൂസ് ഇപ്പം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിക്കാതെ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇപ്പോൾ സപ്പോട്ടയുടെയൊക്കെ സീസണല്ലേ, ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നല്ലവണ്ണം ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ആക്കാനും മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.